AI CMA പ്രൊഫഷണൽസിനെ റീപ്ലേസ് ചെയ്യും. CMA ആയിക്കോട്ടെ, വേറെ ഏതൊരു അക്കൗണ്ടിങ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, AI അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. ഇത് പറയണമെങ്കിൽ ആദ്യം തന്നെ CMA പ്രൊഫഷണൽസ് എന്താ ചെയ്യാൻ നമ്മൾ പറയണം. എന്നാലേ AI അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേറ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഫ്യൂച്ചറിനെ പറ്റി ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചതും ഞാൻ ഒബ്സർവ് ചെയ്തതും കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. അത് ചിലപ്പം തെറ്റായേക്കാം, പക്ഷേ ലെറ്റ്സ് തിങ്ക് ടുഗെദർ. ആദ്യം തന്നെ പറയാം, AI നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് 2021-ലോ 2-ലോ ഒന്നല്ല. കുറച്ച് കാലങ്ങളായിട്ട് അത് ടെക് വേൾഡിലുണ്ട്. കൺട്രോളിംഗ് റെക്കമെൻഡേഷൻ സിസ്റ്റം, ഫ്രോഡ് ഡിറ്റക്ഷൻ സിസ്റ്റം, നമ്മളുടെ കീപാഡിലെ ഓട്ടോ കറക്റ്റ് വരെ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ബട്ട് ഇത് മെയിൻ സ്ട്രീമിൽ വന്നത് ChatGPT, Copilot, GitHub ഇതൊക്കെ വന്നതിന് ശേഷമാണ്. അറ്റ് ദാറ്റ് മൊമെന്റ് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയൊരു കാര്യമുണ്ട്: Will AI replace humans? And before you panic, ഭാവിയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന കുറച്ച് ടെർമിനോളജീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. Gen AI ഓർ ജനറേറ്റീവ് AI. ഈ AIക്ക് ടെക്സ്റ്റ്, ഇമേജസ്, വീഡിയോസ് ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ChatGPT, DALL-E, Copilot ഇതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഇസ് Agentic AI. ഈ AI റെസ്പോണ്ട് ചെയ്യാൻ മാത്രമല്ല അവിടെ ആക്ഷൻസും എടുക്കും. നമ്മൾ ഇൻപുട്ട് കൊടുക്കാതെ തന്നെ നമ്മളുടെ മീറ്റിംഗ്സ് ബുക്ക് ചെയ്യാനും ഷീറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഈ AIക്ക് പറ്റും. നെക്സ്റ്റ് ഈസ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നൊരു AI. AGI ഈസ് എ സിസ്റ്റം ദാറ്റ് ഈസ് സ്മാർട്ടർ ദാൻ ഹ്യൂമൻസ് അക്രോസ് ഡൊമൈൻസ് എന്നാണ് ഓപ്പൺ AIന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സാം ആൾട്ട്മാൻ AGIനെ കുറിച്ച് പറഞ്ഞത്. ശരിക്കും CMA പ്രൊഫഷണൽസ് എന്ത് വർക്ക് എടുക്കുന്നത്? ഡിഫറെന്റ് ലെവൽസിൽ CMA പ്രൊഫഷണൽസ് എടുക്കുന്ന വർക്കിനെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. എൻട്രി ലെവൽ CMA ടാസ്ക്, അതായത് ഡാറ്റ എൻട്രി, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ പ്രിപ്പറേഷൻ, വേരിയൻസ് അനാലിസിസ്, ഇത്തരം ടാസ്കുകളൊക്കെ ഓൾറെഡി ഓട്ടോമേറ്റഡ് ആയിട്ടുണ്ട്. സോഹോയും ഒറാക്കിളൊക്കെ പോലത്തെ സോഫ്റ്റ്വെയർസ് ഇത്തരം ടാസ്കുകൾക്കായിട്ട് AI ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. മിഡ് ലെവൽ CMA ടാസ്കുകളായിട്ടുള്ള ബജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ്, കോസ്റ്റ് കൺട്രോൾ, ടാക്സ് പ്ലാനിങ്, ഇത്തരം ടാസ്കുകൾക്കൊക്കെ AIക്ക് നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അറ്റ് ദ എൻഡ് അവിടെ ഒരു ഹ്യൂമൻ ജഡ്ജ്മെന്റിന്റെ ആവശ്യം ഉണ്ടാവും. ഹൈ ലെവൽ CMA റോൾസ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ്, ബിസിനസ് പാർട്ട്ണറിങ്, ബിസിനസ് മോഡലിംഗ്, ഇത്തരം ടാസ്കുകൾക്കൊക്കെ AIനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയ കാര്യമാണ്. ഇതിന് ബിസിനസിനെ കുറിച്ചുള്ള ഡീപ്പ് ആയിട്ടുള്ള നോളജും കമ്മ്യൂണിക്കേഷൻ സ്കിൽസും അറ്റ് ലാസ്റ്റ് ഗട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി ആവശ്യമുണ്ട്, which the AI doesn't have. ഇവിടെ ശരിക്കും AI CMA പ്രൊഫഷണൽസിനെ റിപ്ലേസ് ചെയ്യോ എന്നുള്ളതല്ല പ്രശ്നം. CMA പ്രൊഫഷണൽസ് പുതിയതായിട്ടുള്ള സ്കിൽസ് പഠിച്ചെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. 2025 ഗൂഗിളിന്റെ 30-35% കോഡ്സും AI ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഈ അടുത്തായിട്ട് ഒരു US കമ്പനി അവരുടെ 30% HR സ്റ്റാഫുകളെ പിരിച്ചുവിട്ടു. കസ്റ്റമർ സപ്പോർട്ട്, ലീഗൽ ഡ്രാഫ്റ്റിംഗ്, കോപ്പി റൈറ്റിംഗ് ഇതൊക്കെ AI റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ യെസ്, AI അഡോപ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ കമ്പനീനെയും ഇൻഡസ്ട്രീനെയും ജോബ് റോൾസിനെയും ബേസ് ചെയ്തിരിക്കും. സോ നമ്മൾ റീപ്ലേസ്ഡ് ആവാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ പുതിയ വേൾഡ് ആയിട്ട് അഡാപ്റ്റ് ആവുക, പുതിയ സ്കിൽ സെറ്റ്സ് ഒക്കെ പഠിച്ചെടുക്കുക. ഇനിയുള്ള ഫ്യൂച്ചർ എല്ലാ കാര്യങ്ങളും അറിയുന്നവരുടേതല്ല, എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കാനായിട്ട് ബില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെയാണ് ഇനിയുള്ള ഫ്യൂച്ചർ. സോ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.